എന്തൊരു ചൂടാ. മോളെ കുറച്ച് വെള്ളം കൊണ്ടുവന്നേ. ഈ അമ്മേന്റെ ഒരു കാര്യം. എന്നാ കുടി. മോളെ നിന്ന് കൊണ്ടുവച്ചേ. പെണ്ണത് എവിടെ പോയി കിടക്കുക? അത്ര നേരം ഈ ജഗൊന്ന് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ട് അമ്മ കൊണ്ട് പറ്റില്ല. എടേ, അത് ശരി, ഇവിടെ ഇതായിരുന്നല്ലേ പണി? ഇവിടെ തന്നിട്ട് ഏത് നേരം ഇതിൽ കുത്തിയിരിക്കുന്നു. അപ്പുറത്ത് പുതിയ വാടകക്കാർ വന്നിട്ടുണ്ട്. അവിടെ ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അവളെ നമുക്ക് പരിചയപ്പെട്ടൂടെ? ഇത് ഏത് നേരം ഇതിൽ എന്താ ഉള്ളത്? വാടകക്കാരോ? അതാരോ? ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ചേച്ചി, നേരത്തെ അമ്മ ഒരു കുട്ടിയെ കുറിച്ച് പറഞ്ഞില്ലേ, അതാരാ? ശരിയാണല്ലോ, അവൾ ആരാ? നമുക്ക് അമ്മേനോട് പോയി ചോദിച്ചു നോക്കാം. ദീപം ദീപം ദീപം. അമ്മേ, അവ ഒരു കുട്ടീനെ പറ്റി പറഞ്ഞില്ല. അവളുടെ പേരെന്താ? ആ, എനിക്കൊന്നും അറിയില്ല. അല്ലെങ്കിൽ നിനക്ക് പോയി ചോദിച്ചൂടെ? നിന്റെ പ്രായത്തിലുള്ള കുട്ടി തന്നെ അവള്. അമ്മേ, എന്നാ ഞങ്ങൾ അവളുടെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് വരാട്ടോ. എടി, ഒന്ന് കുളിച്ചിട്ടൊക്കെ പോണേ. ഹായ്, നിങ്ങൾ പുതിയ വാടകക്കാരല്ലേ? ഞാൻ നിന്നെ പരിചയപ്പെടാൻ വന്നതാ. അല്ല, നിന്റെ പേരെന്താ? മീനു. വാ, അകത്തേക്ക് ഇരിക്കാം. ഹായ് ഉള്ളിക്കൂട. ഇത് എന്റെ ടീച്ചർ തന്നിരുന്നു. പക്ഷെ ഇത് വായിച്ച് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. വേണമെങ്കിൽ നീ ഇതെടുത്തോ. എനിക്ക് ഇനിയും ഇതൊക്കെ വായിച്ചു തീർക്കാനുള്ളതാ. ഹായ് ടോട്ടോച്ചാൻ, ഇത് എന്റെ 5ാം ക്ലാസ്സിലെ പുസ്തകത്തിലുണ്ടായിരുന്നു. നീ ഇത് വായിച്ച് കംപ്ലീറ്റ് ചെയ്തോ? ആ, വേണമെങ്കിൽ നീ അതും കൊണ്ടുപോയിക്കോ. ഹായ്, ഇതെല്ലാം എനിക്ക് വെക്കേഷന് തീർക്കണം. ഇത് നോക്കിയേ, മാധവിക്കുട്ടി അമ്മയുടെ അമ്മയും മകനും. എന്ത് രസാന്നറിയോ? ഇത് ഞാൻ പകുതി എത്തി. നീ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ? ഇല്ലടി, എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഞാൻ മൊബൈലാ നോക്കാറ്. അയ്യോ, ഇതിൽ ഒരുപാട് മനോഹരമായ കഥകളുണ്ട്. അതൊന്നും നിനക്കറിയില്ലല്ലേ? നമ്മൾ ഈ പുസ്തകങ്ങളിലില്ലേ, ഒരുപാട് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നീ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും പുസ്തകങ്ങൾ കൊണ്ടുപോയിക്കോ. ആ, നോക്കട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളൊക്കെ നിന്റെ അടുത്തുനിന്ന് കൊണ്ടുപോവാം. ഹായ്, 2 മത്സ്യങ്ങൾ. ഇതെന്റെ മലയാളം ബുക്കിലുണ്ടായിരുന്നു. എന്ത് രസാന്നറിയോ ഈ കഥ കേൾക്കാൻ? ആ ഭാഗം ഒക്കെ ഇതിലുണ്ട്. നീ വേണമെങ്കിൽ ഇത് മുഴുവനും വായിച്ചു. 2 മത്സ്യങ്ങൾ, പുള്ളിക്കുട, ടോട്ടോച്ചാൻ, ഇതൊക്കെ ഞാൻ എടുക്കട്ടെ? ഒന്ന് വായിച്ചു നോക്കിക്കേ. ആ, നോക്കട്ടെ. ഇത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ മനോഹരമായ ഒരു പുസ്തകമാണല്ലോ. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. അതാണ് പുസ്തകങ്ങളുടെ രഹസ്യം. മോളെ, അയ്യോ, അമ്മ വിളിക്കണ്ട്. ഞാൻ പോവാട്ടോ. എടി, ഇടയ്ക്ക് നീ എന്റെ വീട്ടിലേക്ക് വരണേ. വരാം. ബൈ. ബൈ. ഹായ്, എന്ത് രസമാണ് ഈ പുസ്തകങ്ങൾ വായിക്കാൻ. വെറുതെ അല്ല പുസ്തകങ്ങൾ ചങ്ങാതിമാരാണെന്ന് പറയുന്നത്.